എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഞാൻ ലാലേട്ടൻ്റെ പടത്തിൽ ഞാൻ പാടും എന്നുള്ളതും. അപ്പോൾ ഇതാദ്യം ഞാനും മധുചേട്ടനും കൂടി പൊന്നാവണി പാടം എന്ന് പറഞ്ഞ പാട്ടാണ് എടുക്കുന്നത്. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ആറ്റിൻകര എടുക്കുന്നത്. അപ്പോൾ മീര ജാസ്മിൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഷൂട്ടിംഗ് ഒക്കെ പോയി ഒരു പ്രത്യേക ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. ലാലേട്ടൻ്റെ ഫോണായിരുന്നു അത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഈ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യൻ അന്തിക്കാട് സാറ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒരു മിനിറ്റ് ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണ് ഹാൻഡ് ഓവർ ചെയ്തത് ഹലോ ഞാൻ ലാലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ലാലേട്ടനെയൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്നു, ലാലേട്ടൻ മറ്റേ ദൂരദർശൻ കേന്ദ്രമല്ലേ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളല്ലേ നമ്മുടെ മനസ്സിൽ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ലാലാണ്, ഞങ്ങൾ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ രണ്ടാമതെടുത്ത് ചോദിച്ചു ലാൽ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചു. അപ്പം മോഹൻലാലാണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. കാരണം ചുമ്മാ തമാശയ്ക്ക് പറയണതാണോന്ന് അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക ലാലേട്ടൻ്റെ ശബ്ദം ഫോണിലെ കൂടെ കേൾക്കുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പറയാം ഞാനിങ്ങനെ ഷൂട്ടിങ്ങിലാണ്, കുട്ടി നന്നായിട്ട് പാടിയിട്ടുണ്ട് ഈ പാട്ട്, ഞാനും മീരയും കൂടി ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു ഗോൾഡൻ മൊമെൻ്റ് ആയിരുന്നു ലാലേട്ടൻ്റെ ആ ഫോൺ കോള്.